ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിസ്റ്റേഴ്സിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യം ഒരു വീഡിയോ കണ്ടാണ്, അതുപോലെ നിങ്ങൾ തമ്പ്നെയിലിനകത്ത് കണ്ടാണ് നമ്മുടെ വണ്ടി, അതായത് എൻ്റെ പഞ്ച് ആക്സിഡൻറ്റിൽ പെട്ടായിരുന്നു. അതായത് മാർച്ച് 21 ഞങ്ങൾ നാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ വണ്ടി തമിഴ്നാട്ടിലെ കരൂർ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് വെച്ച് ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പം ആക്സിഡൻ്റ് ആയെന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പരിക്കുകൾ കാര്യങ്ങളൊക്കെ പറ്റി. പക്ഷെ നമ്മൾ വണ്ടിക്കകത്തിരുന്ന ആൾക്കാരെല്ലാം നല്ല സേഫാണ്, എക്സെപ്റ്റ് എൻ്റെ പെങ്ങളുടെ വഴി. കാരണം പെങ്ങളുടെ കുറേ കൊച്ചിനെ പിടിച്ചുകൊണ്ടിരുന്ന സമയത്ത് വണ്ടി പെട്ടെന്ന് ഇടിച്ചതിൻ്റെ ആഘാതത്തിൽ മുന്നോട്ടാന്നിട്ട് മറ്റേ ഹെഡ് റെസ്റ്റ്, ഫ്രണ്ട് സീറ്റിൻ്റെ ഹെഡ് റെസ്റ്റിൻ്റെ അവിടെ ചെന്ന് ഇടിച്ച് നെറ്റിയിൽ കുറച്ച് ഒരു മുറിവുണ്ടായിരുന്നു. പിന്നെ അതല്ലാതെ തന്നെ വേറെ ആർക്കും തന്നെ ഒരു കുഴപ്പവും കാര്യങ്ങളോ ഒന്നും പറ്റിയില്ല. എയർ ബാഗൊക്കെ വണ്ടിയുടെ പൊട്ടി. ഞാനായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പം എയർ ബാഗ് പൊട്ടി വന്ന സീറ്റിൽ ഞാനിങ്ങനെ എന്നെ പിടിച്ചു വെച്ചേക്കുന്ന രീതിയിലായിരുന്നു. ഇങ്ങനെ എയർ ബാഗ് നമ്മുടെ മൂക്കിൻ്റെ അടുത്ത് വരെ വന്നുള്ള ഇതിലായിരുന്നു. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ കരൂർ ടോളൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ബ്രിഡ്ജൊക്കെ ഉണ്ടാവും, കുറേ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് ഞാൻ ലെഫ്റ്റ് സൈഡിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ പാരലായിട്ട് തന്നെ റൈറ്റ് സൈഡിൽ ഒരു ലോറിയും പോകുന്നുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ക്രെറ്റ കാറും അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടൊരു പിക്കപ്പും പോകണ്ടായിരുന്നു, ഒരു ബൊലേറോയുടെ പിക്കപ്പും പോകണ്ടായിരുന്നു. ഈ പെട്ടെന്ന് എൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുവരുന്ന വണ്ടിയായിട്ട് അവരുമായിട്ട് ഞാനൊരു ഏകദേശം ഒരു 8-10 മീറ്റർ ഗ്യാപ്പ് അകലുണ്ടായിരുന്നു. അപ്പം ഈ പെട്ടെന്ന് എൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ കൊണ്ടുവരുന്ന 2 വണ്ടികൾ പെട്ടെന്ന് റൈറ്റിലേക്ക് കട്ട് ചെയ്ത് കയറി. ഞാൻ പെട്ടെന്നാണിത് ശ്രദ്ധിക്കുന്നത്. പെട്ടെന്ന് മറ്റേ റൈറ്റിലോട്ട് കട്ട് ചെയ്ത് കയറി. അപ്പം പെട്ടെന്ന് തന്നെ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആ ട്രാക്കിലെ റോഡിന് നടുക്ക് തന്നെ ഒരു ടാറ്റ എയ്സ് നിർത്തിയിട്ട് പുള്ളി അവിടെ അടുത്തുണ്ടായിരുന്ന 2 പേരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, റോഡിന് നടുക്ക് തന്നെ നിർത്തിയിട്ടിട്ട്. അപ്പം എനിക്ക് റൈറ്റിലോട്ട് വെട്ടിക്കാനും പറ്റില്ല, കാരണം എൻ്റെ പാരലായിട്ട് തന്നെ ഒരു കണ്ടെയ്നർ ട്രക്കായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതും വന്നുകൊണ്ടിരിക്കുന്നു. ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിലോട്ട് വെട്ടിക്കാൻ ഇടയില്ല, അവിടെ ആളുണ്ടായിരുന്നു. ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്തു. പക്ഷേ വണ്ടി ഏകദേശം ഒരു 70 km സ്പീഡ് ഉണ്ടായിരുന്നുകൊണ്ട് വണ്ടി ചവിട്ടിട്ട് നിന്നില്ല. നേരെ പോയി മറ്റേ വണ്ടിയുടെ ബാക്കിൽ ഇടിക്കുകയാണ് ഉണ്ടായത്. എല്ലാം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. എയർ ബാഗ് എല്ലാം പൊട്ടി ഇവിടെ വന്നു. അതിനിടയ്ക്ക് അവിടെ ചെറിയ കാര്യങ്ങളൊക്കെ നടന്നു, അതൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം തന്നെ നമ്മൾ 100 വിളിച്ച് പറഞ്ഞ് പിന്നെ അറിയാവുന്ന ഒരു IG-യുടെ എന്തുണ്ടായിരുന്നു, പുള്ളിനെ വിളിച്ച് നമ്മൾ കോൺടാക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ പോലീസൊക്കെ വന്നു. നമുക്ക് ആ IG-യുടെ കോൺടാക്ട് ഉണ്ടായിരുന്ന ഏറ്റവും നല്ലതായിരുന്നു. കാരണം അതുകൊണ്ട് നമുക്ക് പോലീസ് സ്റ്റേഷൻ്റെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ തീർത്തെടുക്കാനായിട്ട് പറ്റി. ഇപ്പം ഈ കാണുന്ന വീഡിയോ കണ്ടോ, ഇതാണ് നമ്മുടെ വണ്ടി ഇടിച്ച സമയത്തുണ്ടായിരുന്നുള്ള വീഡിയോ എടുക്കുന്നത്. അതായത് വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് മറ്റേ ടാറ്റ ഐസ് നിർത്തിയിട്ടുണ്ട്. ഇതായിരുന്നു കേട്ടോ ആ ടാറ്റ ഐസ്. ഈ വണ്ടിയാണ്, ഫോട്ടോയാണ് ഞാൻ എടുത്ത് വെച്ചുള്ളൂ, വീഡിയോ എടുക്കാൻ പറ്റില്ല. രാത്രി ആയത് വെട്ടക്കുറവായിരുന്നുകൊണ്ട് നമ്മളത് കിട്ടിയില്ല ഞാൻ എടുക്കാൻ നോക്കിയിട്ട്. ഇതായിരുന്നു വണ്ടി. അപ്പോൾ ഈ വണ്ടി നിർത്തിയിട്ടേക്കായിരുന്നു. ഇതിൻ്റെ ബാക്കിൽ ചെന്ന് റൈറ്റ് സൈഡിൽ കോർണർ ചെന്നാണ് ഫ്രണ്ടിൽ നിന്ന് ഇടിച്ചത്. ഫ്രണ്ടിൽ നിന്ന് വെച്ച് ഹെഡ്ലൈറ്റിൻ്റെ സൈഡിൽ, അതായത് ചേസിൻ്റൊന്നും ടച്ച് ചെയ്തിട്ടില്ല. നേരെ ഹെഡ്ലൈറ്റെല്ലാം ഇടിച്ച് ചേർത്ത് നേരെ ടയറിൻ്റെ വന്ന് കയറി ഇടിക്കുമായിരുന്നു. ലെഫ്റ്റ് സൈഡിലെ ഹെഡ്ലൈറ്റ് ബോണറ്റ് ഇതെല്ലാം പൊട്ടി. പിന്നെ ഈ ബോണറ്റ് പൊങ്ങി കുത്തിക്ക് വന്നിട്ട് ഫ്രണ്ടിലെ വണ്ടിയുടെ മെയിൻ ഗ്ലാസ് പൊട്ടിയായിരുന്നു. അതേപോലെ തന്നെ അകത്ത് 2 എയർ ബാഗ് വന്നായിരുന്നു. പിന്നെ ബാക്കിൽ റൈറ്റ് സൈഡിൽ ഈ കാണുന്ന ഫോട്ടോയില്ല. സോ ഇത് ബാക്കിൽ നിന്ന് ഏതൊരു വണ്ടി വന്ന്, അതും പുറകെ വന്നുകൊണ്ടിരുന്ന വണ്ടിയാണ്. അതും ഇതേമാതിരി തന്നെ പെട്ടെന്ന് നമ്മുടെ വണ്ടി ചവിട്ടി നിർത്തിയതുകൊണ്ട് അത് ചവിട്ടിട്ട് നിന്നിട്ട് നമ്മുടെ വണ്ടിയുടെ ബാക്ക് സൈഡിൽ വന്നിടിച്ചു. പുള്ളി വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ പുള്ളി അപ്പുറം കൊണ്ട് നിർത്തിയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇത് ചെയ്യാനൊക്കെ പുള്ളി വന്ന് പറഞ്ഞ് പുള്ളി നമ്പറൊക്കെ തന്നിട്ടാട്ടോ പോയത്. പിന്നെ നമുക്ക് ആ IG-യുടെ കോണ്ടാക്ട് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് പോലീസുകാർ നമ്മുടെ നല്ല കാശൊക്കെ മേടിച്ചതിന്. രാത്രി 12 മണിയായപ്പോഴത്തേനും ഇത് നടക്കുന്ന ഏകദേശം ഒരു 8 മണി ആ സമയത്തോടു കൂടി കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേനും നാട്ടിൽ നിന്ന് അളിയൻ്റെ അച്ഛനും അമ്മയൊക്കെ വന്നു. പിന്നെ അവരെല്ലാം കൂടെ അങ്ങോട്ട് പോയി. ഞാനും പിന്നെ അളിയൻ്റെ അനിയനും കൂടെ അവിടെ നിന്ന് പോലീസ് സ്റ്റേഷൻ്റെ അവിടെ കാര്യങ്ങളെല്ലാം തീർത്ത് വണ്ടി വെളിയിലിറക്കി. അപ്പം നമുക്ക് വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവരണം. എനിക്ക് തമിഴ്നാട്ടിൽ വണ്ടി പണിയാൻ ഒട്ടും തന്നെ വിശ്വാസമില്ല, അത് ഷോറൂമിലാണെങ്കിൽ തന്നെ. അതുകൊണ്ട് തന്നെ അപ്പം തന്നെ രാത്രിയിൽ വണ്ടി കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്ലാനിങ് ചെയ്തു. അപ്പോൾ ഞാൻ മറ്റേ ടാറ്റയുടെ RS ടോ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയുള്ള അതിൻ്റെ അത് വിളിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഏകദേശം 29,000 രൂപ പ്ലസ് GST ആണ്. കാരണം 250 കിലോമീറ്റർ ഉണ്ട് അവിടെ നിന്ന് ടോ ചെയ്ത് കൊണ്ടുവരുന്നതെന്നാണ് അവർ പറഞ്ഞത്. അവർ കാൽക്കുലേറ്റ് ചെയ്ത് ടോവിങ് വെഹിക്കിൾ നമ്മൾ ആക്സിഡൻ്റ് ആയ സ്ഥലത്ത് വരെ വരുന്നത്, പിന്നെ അവിടുന്ന് ഡ്രോപ്പ് ചെയ്യുന്ന ഡെസ്റ്റിനേഷൻ വരെ ഡ്രോപ്പ് ചെയ്യുന്നത്, പിന്നെ അവിടുന്ന് തിരിച്ച് ഈ വണ്ടി എവിടെയാണ് ഉണ്ടായിരുന്നത് അങ്ങോട്ട് പോകണം. അത്ര ഇതിലാണ് കാൽക്കുലേറ്റ് ചെയ്തത്. അങ്ങനെയാണ് അവർ 29, അതായത് 29,000 രൂപ പ്ലസ് GST പറഞ്ഞത്. നമ്മൾ എന്നിട്ട് അവസാനം ഞാൻ കുറേ ഇങ്ങനെ ഇത് ചെയ്ത് നോക്കി
ഒരു ഏകദേശം ഒരു 1:30 സമയത്തോടു കൂടി കൺഫേം ചെയ്ത് നമുക്ക് പറഞ്ഞു ഇപ്പം വരാൻ പറ്റൂല, നാളെ രാവിലെ 8 മണിയൊക്കെ ആകുമ്പോഴത്തേനാണ് വരാൻ പറ്റുള്ളൂ, ഇപ്പം ടോയിങ്ങിൻ്റെ ഇതൊന്നുമില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇതാണ് നമ്മുടെ മാക്സിമം കുറച്ചിട്ടുള്ള എമൗണ്ട്, ഇത് കുറച്ച് നമുക്ക് വണ്ടി വരാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞാൽ വേറെ ഓപ്ഷൻ ഇല്ല. ഞാൻ ശരി എന്നാൽ നാളെ രാവിലെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. അങ്ങനെ ആയിരുന്ന സമയത്ത് ജസ്റ്റ് ഞാൻ ചുമ്മാ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി നിയർ ബൈ ടോയിങ് സർവീസ് എന്ന് പറഞ്ഞ്. അപ്പോൾ അവിടെ അടുത്തൊരു നമ്പർ കിട്ടി. ഞാൻ അതിൻ്റെ അകത്ത് വിളിച്ചു, ഗൂഗിളിൻ്റെ അകത്ത് നമ്പർ എടുത്ത് വിളിച്ച് പെട്ടെന്ന് തന്നെ പുള്ളി രാത്രിയാണെങ്കിലും ഫോണൊക്കെ എടുത്തായിരുന്നു കേട്ടോ. ഫോൺ എടുത്ത് പെട്ടെന്ന് തന്നെ പുള്ളി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഏകദേശം ഒരു 1:45 പുള്ളി ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. പുള്ളി ഏകദേശം 2 മണിയാകുമ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു 18,000 രൂപയാകും അവിടെ വരെ കൊണ്ടുവിടുന്നതിന്, അരമണിക്കൂറിൽ വരാമെന്ന് പറഞ്ഞു. 29,000 രൂപ 30,000 രൂപ മേളിൽ വരുന്നതും 18,000 രൂപ ഞാൻ നോക്കി കഴിഞ്ഞപ്പം അതാണല്ലോ ലാഭം. അപ്പം തന്നെ ഞാൻ ഓക്കെ പറഞ്ഞു. അവർ പറഞ്ഞ പൈസയൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞ് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അപ്പം തന്നെ വിളിച്ചു പറഞ്ഞ് കറക്റ്റ് അരമണിക്കൂറിൽ തന്നെ നമുക്ക് വണ്ടി അവിടെ വന്നു. വണ്ടി നമ്മൾ ടോ ചെയ്തുകൊണ്ട് ബാംഗ്ലൂരിൽ കൊണ്ടുവന്നു. 22-ാം തീയതി രാവിലെ വണ്ടി ഞാൻ സർവീസ് സെൻറ്ററിൽ കൊണ്ടുവിട്ടു. 22-ാം തീയതി ശനിയാഴ്ച ആയിരുന്നുകൊണ്ട് തന്നെ അവിടെ ഒത്തിരി ഒന്നും ഇല്ലായിരുന്നു. വണ്ടി അങ്ങനെ അവിടെ കിടന്നു. പിന്നെ അപ്പം തന്നെ ഞാൻ ഇൻഷുറൻസിൻ്റെ അകത്ത് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻഫോം ചെയ്തു. ഇൻഷുറൻസിൻ്റെ അകത്ത് ഇൻഫോം ചെയ്ത് കഴിഞ്ഞപ്പം എന്താണ് പ്രശ്നം വെച്ചാൽ ഞാൻ ഉണ്ടായിരുന്ന റിലയൻസിൻ്റെ ഇൻഷുറൻസ് ആയിരുന്നു. ഞാൻ എല്ലാവരോടും ഞാനിപ്പോൾ തന്നെ പറയാം, റിലയൻസിൻ്റെ ഇൻഷുറൻസ് നിങ്ങൾ ഇനി ആരും ഒരിക്കലും ഒരു വാഹനത്തിന് എടുക്കരുത്. കാരണം അവരുടെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഡിലേ ആണ്. ഭയങ്കര ഡിലേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിലേ. ഞാൻ സർവീസിന് ഇത് കൂട്ട് ക്ലെയിമിൻ്റെ ഇത് ചെയ്തു. ക്ലെയിമിൻ്റെ ഇത് ചെയ്ത് ഏകദേശം ഒരാഴ്ച 3 ദിവസം കഴിഞ്ഞ പിന്നെയാണ് ഇവർ വന്ന് നമ്മുടെ വണ്ടിയുടെ ചെക്ക് ചെയ്യാൻ വേണ്ടി അപ്രൂവലൊക്കെ കൊടുക്കുന്നത്. വന്നിട്ട് അവർ വന്ന് അങ്ങനെ ഒരാഴ്ച 2 ആഴ്ച ഏകദേശം അതിനായി പോയി. കുറേ നാളവിടെ പാർട്സ് എല്ലാം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. പാർട്സ് എല്ലാം വന്ന് എല്ലാം റെഡിയാക്കി എനിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് മാർച്ച് 21 ആക്സിഡൻ്റ് ആയി, 21 വൈകുന്നേരം ആക്സിഡൻ്റ് ആയി. ഞാൻ 22-ാം തീയതി വെളുപ്പിന് 8:30 ഷോറൂമിൽ കൊണ്ടിട്ട വണ്ടി എനിക്ക് കിട്ടുന്നത് ഏപ്രിൽ 26-നാണ്. ഏപ്രിൽ 26-നാണ് എനിക്ക് കിട്ടുന്നത്. ഞാനൊരു ശനിയാഴ്ച അവിടെ കൊണ്ടിട്ടു. പിറ്റേ ഒരു ശനിയാഴ്ച വൈകുന്നേരം എനിക്ക് വണ്ടി കിട്ടി. അങ്ങനെ പിറ്റേ മാസം ഒരു ശനിയാഴ്ച എനിക്ക് വണ്ടി കിട്ടി. അങ്ങനെയാണ് ഏകദേശം 2 ലക്ഷം രൂപയ്ക്ക് അടുത്ത് പണി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇൻഷുറൻസ് റിലയൻസിൻ്റെ ഇൻഷുറൻസ് എടുക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിൽ ഡിപ്രിസിയേഷൻ്റെ ഇൻഷുറൻസ് ആയിരുന്നു എടുത്തിരുന്നത്. അപ്പം നിൽ ഡിപ്രിസിയേഷൻ്റെ അകത്ത് നമ്മുടെ വണ്ടിക്ക് ആക്സിഡൻറ്റിൻ്റെ എല്ലാം ഫുൾ കവറേജ് 100% കവറേജ് പറഞ്ഞിട്ടാണ്. അതിൻ്റെ അകത്ത് ഇവർ ബാറ്ററി പ്രൊട്ടക്ഷൻ കവറേജ് കാര്യങ്ങളെല്ലാം, ടയർ, നെറ്റ്, ബോൾട്ട്, എഞ്ചിൻ ഓയിൽ, എഞ്ചിൻ പ്രൊട്ടക്ഷൻ ഇതെല്ലാം പറഞ്ഞ് നമുക്ക് ഇതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് മെയിൽ അയച്ചതിന് ശേഷമാണ് ഞാൻ ഇൻഷുറൻസ് എടുത്തത്. അപ്പം ഇങ്ങനെ എതിർത്ത് കഴിഞ്ഞ് ഏകദേശം എനിക്ക് തോന്നുന്നു ഏപ്രിൽ 22-ാം തീയതിയോടുകൂടി ഇവർ തിരിച്ച് ഈ ഇൻഷുറൻസിൻ്റെ ആളെന്നെ വിളിച്ചു. നിങ്ങളുടെ വണ്ടിക്ക് ഏകദേശം ഇത്രയായി, അപ്പം ഇതിൽ 1,90,975 രൂപയായി. അതിൽ നിങ്ങൾ ഏകദേശം 26,000 രൂപ അടയ്ക്കണം. ഞാൻ ചോദിച്ചു അതെന്തിനാണ് അടയ്ക്കുന്നതെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു നിങ്ങളുടെ വണ്ടി 3 വർഷം ആയതുകൊണ്ട് ഇത്ര ശതമാനം ഡിപ്രീസിയേഷൻ ഉണ്ട്. പിന്നെ അതുകൂടെ തന്നെ ബാറ്ററി ഇതിൻ്റെ അകത്ത് കവറേജ് ആകത്തില്ല. കാരണം ബാറ്ററിക്ക് 3 വർഷമാണ്, ഇല്ല 18 മാസമാണ് വാറൻറ്റി ഉള്ളൂ. അതുകൊണ്ട് ബാറ്ററി ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താൻ പറ്റിയെന്ന് പറഞ്ഞു. അപ്പോൾ 22-ാം തീയതി ഏകദേശം ഒരു 6:30 ആയപ്പോഴാണ് ഈ സർവേയറിനെ വിളിച്ചു പറയുന്നത്, റിലയൻസിൻ്റെ സർവേയറിനെ വിളിച്ചു ഇങ്ങനെ ഈ കാര്യം പറഞ്ഞത്. അപ്പം ഞാനെന്നാൽ ശരി, ഞാൻ പിറ്റേ ദിവസം ഞാൻ കസ്റ്റമർ കെയറിൽ വിളിച്ച് ചോദിച്ചിട്ട് സംസാരിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞു. ഞാൻ കസ്റ്റമർ കെയറിൽ വിളിച്ചു. കസ്റ്റമർ കെയറിൽ വിളിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു പിറ്റേ ദിവസം ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും ഞാൻ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുമ്പോഴത്തേനും അവിടെ കസ്റ്റമർ കെയറിൽ നിന്ന് ആൾ വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞില്ല ബാറ്ററി പ്രൊട്ടക്ഷൻ കവർ ഇതിൻ്റെ അകത്തില്ല. ഞാൻ പറഞ്ഞു എന്തുകൊണ്ടില്ല, എനിക്കിങ്ങനെ ഇത് മെയിൽ ഐ ഡി ചെയ്തേക്കുന്നത് നിങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള മെയിൽ ഐ ഡി തന്നെയാണ് എനിക്ക് വന്ന് ഇത് എല്ലാം അയച്ചു തന്നേക്കുന്നത്, അങ്ങനെയാണ് എന്നെ ഇത് ഇൻഷുറൻസ് എടുപ്പിച്ചേക്കുന്നത് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. അപ്പോഴാണെങ്കിൽ ഇവർ പറഞ്ഞില്ല അങ്ങനെ അത് കൊടുക്കാൻ പറ്റൂല, ഇതിൻ്റെ അകത്തല്ല, ബാറ്ററിക്ക് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഒരു മാക്സിമം ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ശരി നിങ്ങളിത് പറയണ്ട, ഞാൻ ഡയറക്റ്റായിട്ട് കൺസ്യൂമർ കോർട്ടിൽ പോകാമെന്ന് പറഞ്ഞ് ഇത് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ മാക്സിമം റെസൊല്യൂഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 2-3 ദിവസം പോയി. 25-ാം തീയതിയാണോ 24-ാം തീയതിയാണോ 24-ാം തീയതിയാണെന്ന് തോന്നുന്നു. പിന്നെ ഈ സർവേയറിനെ വിളിച്ചു. പിന്നെ ഈ സർവേയർ പറയാം നമ്മുടെ അടുത്ത് സംസാരിക്കുന്ന വലിയ ഏതാണ്ട് അവൻ നമുക്ക് ഏതാണ്ട് ദാനം തരുന്ന രീതിയിലാട്ടോ അവർ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഈ സർവേയർ എന്നെ വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ ബാറ്ററി എല്ലാം കവറായിട്ടുണ്ട്. മാനേജർ വിളിച്ചു പറഞ്ഞു ബാറ്ററി കവർ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ബാറ്ററിക്ക് ഏകദേശം എക്സിൻ്റെ ഈസി എന്ന് പറയുന്നത് ഈസി 85 ആംപിയറിൻ്റെ ഒരു ബാറ്ററിയാണ് വെച്ചിരുന്നത് വണ്ടിക്കകത്ത്. ഏകദേശം 9,000 രൂപ വില വരുന്നുണ്ട് ബാറ്ററിയാണ്. അപ്പം
ഇതിൻ്റെ എന്നിട്ട് ഇതിൻ്റെ അത് ആഡ് ചെയ്ത് തരും എന്ന് പറഞ്ഞിട്ട് 50% ആഡ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 50% എന്തിനാണ്, എനിക്ക് ഫുൾ ഇതായിട്ട് തരാമെന്ന്, അതിൻ്റെ അകത്ത് 100% കവറേജ് ഉണ്ടെന്ന് പറഞ്ഞ് അത് ഇത് കണ്ടോ, ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ കാണിച്ചു തരാം, അവർ മെയിൽ അയച്ചു തന്നെ. അപ്പം ഇങ്ങനെ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇൻഷുറൻസ് എടുത്തതെന്നും പറഞ്ഞിട്ടാണ് ഞാനിത് കാണിച്ചു കൊടുത്തത്. നിങ്ങൾ തരണ്ട, നിങ്ങൾക്ക് മാക്സിമം പറ്റുന്ന നിങ്ങൾ ഇട്ടു, ബാക്കി കാര്യം ഞാൻ നോക്കണം, കൺസ്യൂമർ കോർട്ടിൽ പോയിക്കോളാം എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ആയപ്പോഴത്തേനും എന്താണെങ്കിലും ബാറ്ററിക്ക് ഫുൾ കവറേജ് വന്നു, നമ്മൾ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തുകൊണ്ട്. പിന്നെ ഇതേ സെയിം കാര്യം തന്നെ നമ്മളവിടെ ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണെങ്കിലും ഇവർ പറയുന്നുണ്ട്, നിങ്ങൾ റിലയൻസിൻ്റെ ഇൻഷുറൻസ് ഇനി ദയവ് ചെയ്ത് എടുക്കരുത്, അക്കോ പിന്നെ ഓറിയൻ്റൽ അങ്ങനെയുള്ള ഇൻഷുറൻസ് നോക്ക്, അതായിരിക്കും ഏറ്റവും നല്ലതാണ്, പെട്ടെന്ന് തന്നെ പ്രോസസ്സും ചെയ്ത് കിട്ടും. ഇവർ ഭയങ്കര ഡിലേ ആണ്, റിലയൻസുകാർ പൊതുവെ ഭയങ്കര ഡിലേ ആണെന്നൊക്കെയാണ് അവരും പറഞ്ഞത്. അപ്പം ഈ വണ്ടി അവിടെ കൊണ്ടിട്ടുന്ന എല്ലാ തിങ്കളാഴ്ച, എനിക്ക് തിങ്കളാഴ്ചയാണല്ലോ ഓഫ് വരുന്നത്. അപ്പോൾ എല്ലാ തിങ്കളാഴ്ചയും ഞാൻ അവിടെ ചെല്ലും, വണ്ടിയുടെ പരിപാടി എന്തൊക്കെയായി നോക്കും. അങ്ങനെ ഓരോരോ ആഴ്ച ഞാൻ ചെല്ലുമ്പം ഇത് ഫസ്റ്റ് ആഴ്ച പോകുള്ളൂ, പിന്നെ ഇത് രണ്ടാമത്തെ ആഴ്ച പോയുള്ളൂ, മൂന്നാമത്തെ ആഴ്ച ഞാൻ പോയിച്ച് ഫോട്ടോ ഒന്നും എടുത്തില്ല. അങ്ങനെ 2-3 ആഴ്ച ഞാൻ അടുപ്പിച്ച് പോയി. ലാസ്റ്റ് ഞാൻ പോയി, അന്നേരം വണ്ടി ഏകദേശം റെഡിയായി കിടപ്പുണ്ട്. ഇൻഷുറൻസിന്റെ ക്ലെയിം മാത്രം, അതായത് വണ്ടി റെഡിയായി കഴിഞ്ഞ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇൻഷുറൻസിന്റെ കാര്യം ഇതെല്ലാം അവർ നോക്കാൻ വേണ്ടി ഈ സർവേയർ അവർ ചെല്ലുന്ന, വണ്ടി റെഡിയായില്ല എന്നുള്ളത്. ഞാൻ വിളിച്ചു വെച്ച് കഴിയുമ്പം ഈ സർവേയർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോറൂമിൽ നിന്ന് അവർ ബില്ല് കൊടുത്തിട്ടില്ല എന്ന്. ഷോറൂമിൽ വിളിച്ച് വെച്ച് കഴിയുമ്പോൾ അവൾ ഓൾറെഡി ബില്ല് കൊടുത്തേക്കുന്നതാണ്, ഇത്രാം തീയതി ബില്ല് കൊടുത്തേക്കുന്നതാണ്, അയച്ചേക്കുന്നത് കാണിച്ചു തന്നു. പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് ഒത്തിരി വലിയ പ്രശ്നം ഉണ്ടാക്കാൻ പോയില്ല, കാരണം നമുക്ക് പൈസ കിട്ടാനുള്ളതാണല്ലോ. പിന്നെ സർവേയർ ഇതാക്കണ്ടെന്നുള്ള രീതിയിൽ ഞാനും പിന്നെ ഒന്നും പറയാൻ പോയില്ല. അങ്ങനെ ഫൈനലായിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഏകദേശം 1,73,666 രൂപ ഇൻഷുറൻസ് ക്ലെയിമായി. പിന്നെ 17,290 രൂപ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് അടയ്ക്കേണ്ടേ വന്നു. അതാണെങ്കിൽ വണ്ടി റെഡിയായി കിട്ടി. പിന്നെ എടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാറ്റയുടെ പഞ്ചായിരുന്നുകൊണ്ടാണ് നമ്മൾ ഇത്രയും നല്ല സേഫായിട്ടിരുന്ന വണ്ടിക്കകത്ത്. അകത്തോട്ടൊന്നും വേറെ എത്ര IDTS അകത്തോട്ടൊന്നും ഒരു ഇമ്പാക്റ്റും വന്നില്ല, വേറെ ഒരു പ്രശ്നം വന്നില്ല. വണ്ടി നല്ല അടിപൊളി സേഫ്റ്റി ആണെന്നുള്ളതിൻ്റെ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് തെളിയിച്ചു തന്നു. എന്താണെങ്കിലും നല്ല എല്ലാവരും വണ്ടി എടുത്ത് കഴിയുമ്പോൾ സേഫായിട്ട് ഉള്ള വണ്ടി തന്നെ എടുക്കുക. പിന്നെ നമ്മളെത്ര സേഫാന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താ എനിക്കിപ്പോൾ പറ്റിയ മാതിരി, നമ്മളെത്ര സേഫായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറ്റിയ മാതിരി തന്നെ പറ്റണം. ഇതേമാതിരിയുള്ള കുറേ അവന്മാർ റോട്ടിൽ ഇങ്ങനെയൊക്കെ കാണുന്ന പരിപാടി കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെങ്കിലും റിലയൻസിൻ്റെ ഇൻഷുറൻസ് എടുക്കുന്ന ആൾക്കാർ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചിട്ടും കുറേ ആളുകളുടെ അടുത്ത് ചെക്ക് ചെയ്തിട്ടൊന്ന് എടുക്കുക, അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ എല്ലാവരും നല്ല സേഫായിട്ടൊക്കെ വണ്ടി ഓടിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പം ഇതൊക്കെയാണ് കുറച്ച് ഇമേജസ് ഞാൻ അന്ന് വണ്ടി ആക്സിഡൻ്റ് ആയ സമയത്ത് എടുത്ത് വെച്ചിരുന്നത്. ഇതാണെങ്കിലും താങ്ക്സ് ടു ടാറ്റ, ഞങ്ങളുടെ ഫാമിലിക്ക് ഒന്നും ഒരു കുഴപ്പമില്ലാതെ നല്ല ഇതായിട്ട് വെച്ചിരുന്നത്. താങ്ക്സ് ടു മൈ ഫ്രണ്ട്സ്. ആണെങ്കിലും വണ്ടി നല്ല പഴയതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾ പണിതിറക്കി കൊണ്ടുവന്നു. ഇപ്പം പല ആൾക്കാരും എന്നോട് പറഞ്ഞായിരുന്നു ഷോറൂമിൽ കയറ്റി പണിയുണ്ട്, അത് ഹിസ്റ്ററിക്കകത്ത് വരും, നിങ്ങൾ വെളിയിൽ കൊണ്ട് പണിതാൽ മതി, അപ്പോൾ അത് ഹിസ്റ്ററിക്കകത്ത് വരില്ല, ഇതാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ എന്താണെങ്കിലും ശരി, വണ്ടി നമ്മൾ വിൽക്കാനും ഇതിനൊന്നും പോകുന്നില്ല എന്താണെങ്കിലും. സോ ഷോറൂമിൽ കയറ്റി തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ പണിയാമെന്ന് വിചാരിച്ചു. ഷോറൂമിൽ പണിയാൻ അത്രയും തന്നെ പുറത്തും പെർഫെക്ഷൻ ഇല്ലാന്നൊന്നുമല്ല, പക്ഷേ നമുക്ക് ഒരു മനസ്സിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ വെളിയിൽ നിന്ന് തന്നെ പണിയുന്നില്ല എന്ന് എല്ലാവരോടും പറഞ്ഞ് ഞാൻ ഷോറൂമിൽ തന്നെ പണിയുന്നുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ വണ്ടി ഷോറൂമിൽ കയറ്റി പണിത് കഴിഞ്ഞ ദിവസം വണ്ടി കൊണ്ടുവന്നു. അതായതാണ് ഇപ്പം വണ്ടി നല്ല അടിപൊളിയായിട്ട് റെഡിയാക്കി കൊണ്ടുവന്നു. പിന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ ബാക്കി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഞാൻ വണ്ടിയുടെ ഇപ്പോഴത്തെ നിലവിലുള്ള കണ്ടീഷനിലെ പണി കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക, ഞാൻ ചേർത്ത് കാണിച്ചു തരാം. എന്നാണെങ്കിലും സേഫ്റ്റിയുടെ കാര്യത്തിൽ ടാറ്റ അടിപൊളി കേട്ടോ, പഞ്ച് അടിപൊളി തന്നെ.